ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അതാ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് ഇൻട്രോ കൊടുക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, 2 ദിവസമായി മോർണിംഗ് റൊട്ടീന് അതുപോലെ ഈവനിങ് വ്ളോഗൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ കണ്ടില്ലേ മേഘാവൃതമാണ്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ഇരുട്ട് തോന്നി. അപ്പോൾ ഞാൻ വെളിയിൽ വന്ന് നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇടണം കേട്ടോ. ലൈക്ക് നിർബന്ധമാണ്, പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരുപാട് കമൻറ്റ്സ് കഴിഞ്ഞ വീഡിയോസിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ എന്തായാലും ഞാൻ കറി വെച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉമ്മ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ വേഗം ഉമ്മക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ള കാരണം കൊണ്ട് തന്നെ വേഗം ചോറ് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ടൈമിന് ചോറ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ദിവസമായി മത്തിയും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വാങ്ങിക്കണത്. അപ്പോൾ ഇന്ന് ഒരു ഉണക്ക മീനാകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞു ഉണക്കമീൻ മതി, കുറേ ആയി കൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്നാൽ ശരിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉണക്കമീൻ മാന്തളാണ് കേട്ടോ. അത് കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. മാന്തൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഉണക്കമീൻ ഉണക്ക നങ്കി അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ രാവിലെ കാര്യമായിട്ട് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി അവിടെ വെച്ചതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ അതിന് മീൻ കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വാഴയ്ക്ക അതുപോലെ വഴുതനങ്ങ ഒക്കെ ഇട്ട് വെക്കാം, മാങ്ങയൊക്കെ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഇന്ന് വഴുതനങ്ങയാണ് കേട്ടോ ഇട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാനിതാ നമ്മളെ ചട്ടി കുറച്ച് ദിവസമായി ഈ ചട്ടി ഉണക്കമീൻ വെക്കണില്ല. ഇതിൽ എന്താ പറയുക മത്തിയൊക്കെയാണ് വെക്കലുള്ളത്. അപ്പോൾ ഉണക്കമീനായിട്ട് ഈ ചട്ടി എടുത്തിട്ട് കുറേ ദിവസമായിട്ടാണ്. അപ്പോൾ ഞാൻ അത് ആ ഒരു ചട്ടി കഴുകി മിനുക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു കറിയിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ സവാള ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ചെറിയ സവാളയാണ്. അപ്പോൾ 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റണുണ്ട് കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, കുറച്ച് ആയാൽ മതി. പിന്നെ നമ്മൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഓൾറെഡി അതിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഉണക്കമീൻ കഴുകാൻ വേണ്ടി അത് വൃത്തിയാക്കണം, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം വഴറ്റി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇനി ഒന്ന് വാടി വന്നതിന് ശേഷം സിമ്മാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ 2 സ്പൂണും മല്ലിപ്പൊടി ഇട്ടാ. അപ്പോൾ ഇതിട്ടിട്ട് നന്നായി ഒന്ന് കരിയാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണക്കമീനിലധികം കുടംപുളി യൂസ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞങ്ങളെന്തായാലും യൂസ് ചെയ്യില്ല. വാളംപുളിയാണ് ഞങ്ങൾ പിഴിഞ്ഞൊഴിക്കാറുള്ളത്. ഇനി നമുക്ക് പുളി ഒഴിച്ച് ചേർക്കാം. അപ്പോൾ ആ പുളിയൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കാനും പാടില്ല, അതുപോലെ നല്ല തിക്കായിട്ടും കറി കിട്ടാൻ പാടില്ല കേട്ടോ. ഒരു ലെവലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാകത്തിനാണ് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വഴുതനങ്ങ നമ്മൾ ചേർക്കണില്ല, അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കറി വറ്റാനുണ്ട്. വറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു വഴുതനങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴേക്കിനും നിർഭാഗ്യവശാൽ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഞാൻ അത് ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. കുറേ നേരമൊക്കെ സിമ്മിലിട്ട് വെച്ചു. അപ്പോഴും കറണ്ട് വരാണ്ടായപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റി വെച്ചിട്ട് പയർ ഉപ്പേരി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പേരി വെച്ചെടുത്തു. അപ്പോഴേക്കും കറണ്ട് വന്നു. കറണ്ട് വന്നപ്പോൾ
നമ്മൾ ആ ഒരു കറി നന്നായി വറ്റി. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാം, നമ്മൾക്ക് തേങ്ങ ചേർക്കാണ്ടും കഴിക്കാം കേട്ടോ. പക്ഷെ ഞാനിന്ന് തേങ്ങ എന്തായാലും അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ നന്നായി ഒന്ന് വേകട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഉണക്കമീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പമില്ലാത്തൊരു മീനാണ്, കുറച്ച് ചെറുതാണ്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു മുറി തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കിനും ഏകദേശം നമ്മുടെ ഒരു വഴുതനങ്ങ ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഞാൻ മൂടി വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ആ ഉണക്കമീൻ കഴുകിയതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി വറ്റിയിട്ടുണ്ട്, കറി വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇനി തേങ്ങ ചേർത്തിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് തിക്കാകും. ഒരുപാട് തിക്കായ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ലൂസായിരിക്കണം കറി. അപ്പോൾ ഇതാ മീൻ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. മീൻ അവസാനം ചേർത്താൽ മതി, കാരണം ഉടഞ്ഞു പോകും അത്. അപ്പോൾ ഞാൻ അതിനോടൊപ്പം ഒരു തിളച്ചതും മീനിട്ട് ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ആ തേങ്ങയും കൂടെ അതിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിൽ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുത്താൽ നമ്മൾ വെച്ചാൽ എന്തായാലും കഴിക്കും. പക്ഷേ ബാക്കി കറി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കൂടുതലും പാലക്കാട് ഭാഗത്ത് ഇങ്ങനത്തുള്ള കറികളൊക്കെ സാധാരണ വെക്കാറുണ്ട്. അപ്പോൾ വെക്കാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ അപ്പോഴേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.